താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതർക്ക് പ്രവേശനം ലഭിച്ച ഈങ്ങാപ്പുഴ MGM-HSSലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. അഡ്മിഷൻ നൽകിയ നടപടി പിൻവലിക്കുന്നതുവരെ സമരം തുടരും എന്നാണ് യുവമോർച്ച പറഞ്ഞത്. 2 ദിവസമായി സ്കൂളിന് മുന്നിൽ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസിലെ കുറ്റക്കാരായ 2 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള MGM-HSS ഈങ്ങാപ്പുഴയിലെ സ്കൂളാണ്. അവിടെ ഇപ്പോൾ ആ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധം സ്കൂളിന്റെ ഗേറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ വിദ്യാർത്ഥി യുവജന സംഘങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും യുവമോർച്ച ഭാരവാഹികളോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വിദ്യാർത്ഥികളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഒരു സൂചന പ്രകടനം മാത്രമാണ്. ഇത് വളരെ വലിയ, ഇനിയും വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാനാണെങ്കിൽ ഇതിലും വലിയൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും എന്താ പറയാ, താമരശ്ശേരിയുടെ പേര് തന്നെ കളങ്കപ്പെട്ട ഒരു വിഷയമായിരുന്നു, അല്ലെങ്കിൽ ഈ നാട്ടിലെ രക്ഷിതാക്കളുടെ നെഞ്ചിൽ കനല് കോരിയിട്ട ഒരു വിഷയമായിരുന്നു ഷഹബാസ് വധക്കേസ് എന്ന് പറയുന്നത്. അതിലെ പ്രതികളായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇതേ നാട്ടിലെ ഇതേ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കാനുള്ള ഉത്തരവ് ഇറക്കിയത് എന്തിന്റെ പേരിലായാലും അത് യാതൊരു രീതിയിലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ശക്തമായി തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് യുവമോർച്ചയുടെയും BJP-യുടെയും തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പ്രതിഷേധം തുടരുകയാണ്. അല്പസമയം മുമ്പ് ടൗണിൽ നിന്നായിരുന്നു പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഗേറ്റിന് മുമ്പിൽ വെച്ച് പോലീസ് പ്രതിഷേധം തടഞ്ഞു. പിന്നീട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകർ പറയുന്നത് ഈ താമരശ്ശേരിയുടെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ വേദന ഏൽപ്പിച്ച ഒരു സംഭവമാണ്, കളങ്കമേൽപ്പിച്ച ഒരു സംഭവമാണ്. ഇത്തരത്തിൽ ഷഹബാസ് എന്ന് പറയുന്ന SSLC വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അഡ്മിഷൻ നൽകുകയാണെങ്കിൽ അവരുടെ പ്രവേശന നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമെങ്കിൽ ഈ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്.